ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേൾഡ്സ് ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ തീം പാർക്കായ മാംഗോ മീഡോസിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് കേട്ടോ. എന്നാ പിന്നെ തുടങ്ങാല്ലേ. വെൽക്കം ടു അമൃതവേഴ്സ്. ഞങ്ങളിവിടെ എത്തുന്നത് രാവിലെ ഒരു 10 മണിയോടെയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്ന വഴി തന്നെയാണ് നമ്മുടെ ഏറ്റുമാനൂർ ശിവ ടെമ്പിൾ ഉള്ളത്. അതിരാവിലെ തന്നെ നമ്മൾ ടെമ്പിളിലെത്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇവിടെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ചുറ്റിനും കാണുന്നത് ഫുൾ ഗ്രീനറിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് നമ്മൾ വന്നത് ഇങ്ങനെ ഫിഷ് ഫീഡിങ്ങിനാണ് കേട്ടോ. ഫിഷ് ഫീഡിങ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. സോ നമ്മൾ അത് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഫിഷ് ഫീഡിങ് ഒക്കെ ചെയ്തു. അവർ നമുക്ക് ആ ഫിഷിന്റെ ഫുഡൊക്കെ തരുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫിഷ് ഇങ്ങനെ കുരുകുരാന്ന് വന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് പോകണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഗൈഡിനെ കിട്ടും കേട്ടോ. സോ ആ ഗൈഡിനെ പോലെയാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്ന വഴി ഒരുപാട് മരങ്ങൾ, ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും ട്രീസിൻ്റെയൊക്കെ വിവരങ്ങൾ ഈ ഗൈഡ് നമുക്കിങ്ങനെ പറഞ്ഞു തരും. അത് ഏത് സ്പീഷീസാണ്, ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഈ ഗൈഡ് നമുക്ക് വേണ്ടി പറഞ്ഞു തരും. സോ നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇങ്ങനെ ഈ ഒരു ഗൈഡിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് ഇത് കേട്ട് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പല വിവരങ്ങളും മിസ്സായി. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കണമുണ്ട് എനിക്കങ്ങനെ അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്ക് നടന്നു പോകുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ഇവിടെ ഇങ്ങനെ പതുക്കെ നടക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്താണല്ലോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാലും നമുക്ക് ആ ഒരു ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ബിസി ആയിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ എപ്പോഴും ബിസിയാണ്. എപ്പോഴും വീടിനകത്തും അല്ലെങ്കിൽ ഓഫീസിലായാലും അല്ലെങ്കിൽ സ്കൂളിലായാലും അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലൊക്കെ ബിസിയാണ് അല്ലേ. സോ അങ്ങനെ കുറേ ബിൽഡിങ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജീവിതം കുറേ നേരം ശരിക്കും പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേച്ചറിലോട്ട് കൂടുതൽ അടുക്കുന്ന മാതിരി നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് ഇവിടെ. മെയിനായിട്ട് ഈ ഒരു ഗ്രീനറി തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പല പല ഭാഗത്തായിട്ട് സ്റ്റാച്യൂസും അതുപോലെ തന്നെ പല സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ ആ വെച്ചിരിക്കുന്ന ഓരോ സ്ട്രക്ചേഴ്സിനും സ്റ്റാച്യൂസിനൊക്കെ ഓരോരോ റീസൺസും ഓരോരോ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ 2-3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെ ചുറ്റിക്കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്കിവിടെ കോട്ടേജസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ കോട്ടേജസൊക്കെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് ഇവിടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഞങ്ങൾ പക്ഷേ ഒരു 1 ഡേ ട്രിപ്പായിട്ട് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ഡേയ്സൊക്കെ കാമായിട്ട് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലായത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. അതായത് സ്വിമ്മിങ് ഉണ്ട്, ഗോ കാർട്ടിങ്, ബോട്ടിങ്, അത് പെഡൽ ബോട്ടിങ് ഉണ്ട്, അല്ലാത്ത ബോട്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ പോട്ടറി മേക്കിംഗ്, ആർച്ചറി, ഷൂട്ടിംഗ്, വാട്ടർ വീൽ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഏരിയയും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ എന്നും പറഞ്ഞ് 1 ഡേ ട്രിപ്പിന് വന്നിട്ട് നമുക്ക് അത് മിസ്സായി എന്നൊന്നുമില്ല. നമുക്ക് ചില പ്ലാനാണ്. ഓക്കെ, നമ്മളോട് ചെന്ന് ഇനി അതൊക്കെ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ സ്വിമ്മിംഗ് ഒന്നും നമ്മൾ പോകാൻ പോകണില്ല, അല്ലെങ്കിൽ ബോട്ടിംഗ് ഒന്നും നമ്മൾ പോകാൻ പറ്റില്ല. കാരണം കുട്ടികളുള്ളതുകൊണ്ട് അതിപ്പോൾ ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ 1 ഡേ ട്രിപ്പ് ആണെങ്കിലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നമുക്ക് നടന്നും കാണാം, അതുപോലെ തന്നെ നമുക്കൊരു വെഹിക്കിളിൽ കയറിയിട്ടും കാണാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ നടന്നു കണ്ടു കുറേ ഏരിയാസ്. അത് ഗൈഡിൻ്റെ ഒപ്പം നടന്നു, അല്ലാണ്ട് നടന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവസാനമായപ്പോൾ ആ ഒരു വെഹിക്കിൾ റൈഡ് ഉണ്ടെന്ന് അപ്പോഴാണ് നമ്മൾ അറിയണം കേട്ടോ. അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ എന്നാൽ പിന്നെ അതിലിരുന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി അതിലും കൂടി ഇതേപോലെ ചുറ്റി കറങ്ങി കണ്ടു കേട്ടോ. നടന്ന് കണ്ടില്ല, കറങ്ങി കണ്ടു. വണ്ടി എന്ന് പറയുന്നത് ചെറിയൊരു മിനി വാൻ പോലെയാണ്. കണ്ട ഒരു ബസ്സിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്, മുകളിലേക്ക് കയറി മുകളിലിരിക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ചുറ്റി കറങ്ങി ഇങ്ങനെ കാണാം. അതൊരു വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വേറെ ഇപ്പോട്ടൊന്നുമില്ലല്ലോ, നമ്മളതിൽ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെ കറങ്ങി നമ്മൾ കണ്ടതൊക്കെ തന്നെയാണ് കാഴ്ചകൾ. പക്ഷെ എന്നാലും അത് വേറൊരു ഹൈറ്റിൽ നിന്ന് കാണുന്നത് വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ അനുഷ്ക ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്രൗഡ് കാണുന്നുണ്ടോ, അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. സോങ് വന്നിട്ട് എഡ് ഷീറന്റെ ഷേപ്പ് ഓഫ് യു എന്നുള്ള സോങ് ഇല്ലേ, അതായിരുന്നു ആൾ വായിച്ചിട്ടിരുന്നത്. കണ്ടില്ലേ,
നല്ല രസമുണ്ടായിരുന്നില്ലേ? നല്ല ഭംഗിയായിട്ട് ആ ചേട്ടനത് ആ ഒരു സോങ് ഫ്ലൂട്ടിൽ വായിക്കുന്നുണ്ട്. സോ അത് കേട്ടതിന്റെ ഇഫക്റ്റിലാണ് നമ്മുടെ അനുഷ്ക ഡാൻസ് കളിക്കാൻ തുടങ്ങിയത് കേട്ടോ. കുറേ നേരം അവിടെ നിന്ന് കുറച്ചൊക്കെ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ ഇട്ടൊക്കെ നോക്കി. പിന്നെ കുറച്ചപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചു നേരം ഇരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ പതുക്കെ അങ്ങോട്ട് വന്നെത്തുകയായിരുന്നു കേട്ടോ. നമുക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ എവിടെയെങ്കിലൊക്കെ സോങ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ എടുക്കും. ചില സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് ചെറിയ നാണമൊക്കെ വരും. പക്ഷേ നമ്മൾ ആ നാണം അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. അതുകൊണ്ട് ചില അങ്ങനെ കയറി ഡാൻസ് കളിച്ചോളൂ കേട്ടോ. ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥ പറയാനൊക്കെ നമുക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. പക്ഷേ അത് നമ്മൾ അതങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങോട്ട് വലിയ മടി കൂടാണ്ട് അങ്ങോട്ട് ചെയ്തോളും. ഡാൻസ് ആയാലും പാട്ടായാലും അല്ലെങ്കിൽ ഇങ്ങനൊരു സ്പീച്ച് പറയലാണെങ്കിലും എന്താണെങ്കിലും അനുഷ്കയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് അനുഷ്കനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ പല കാഴ്ചകൾ കണ്ടും പല വിവരങ്ങൾ കേട്ടും നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ കയർ നിർമ്മാണ ഏരിയയിലാണ്. അവിടെ ഇതുപോലെ പോർട്രേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരുന്ന് അത് ചെയ്യാനുള്ള സമയം ഉണ്ടാവുമെന്ന ഡൗട്ട് കാരണം നമ്മൾ പറഞ്ഞു നമുക്കൊന്ന് കറങ്ങി വരാം, ആദ്യം ഇതൊക്കെ കണ്ടിട്ട് വരാം, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ വിചാരിച്ചായിരുന്നു. പക്ഷെ നടന്നില്ല. അടുത്തത് നമ്മൾ പോകുന്നത് ഒരു ഫാം ഏരിയയിലേക്കാണ് കേട്ടോ. ഒരു ഡൊമസ്റ്റിക് ഫാം ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ പലതരത്തിലുള്ള കോഴിയും താറാവും പശുവും ആടും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ കോഴി ആട് താറാവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ കുട്ടികൾക്ക് അത് കാണുമ്പോൾ രസമാണ്. ഇങ്ങനെ ഉള്ള ജീവികളൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവർ എന്താണ് അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അവരെങ്ങനെയാണ് അതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഒന്ന് കണ്ടു നിൽക്കാനായിട്ട് കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഓരോ സ്ഥലത്തും അവിടെയുള്ള ആ ഒരു ആനിമലിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഷീസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പ്രതിഭകളും നല്ല ഭംഗിയായിട്ട് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ ഓടിക്കോ ഇപ്പറേ വഴി ഓടിക്കോ. ഗോ. ഫാമൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു സൈക്കിളിൻ്റെ ഏരിയയിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് സൈക്കിൾസ് എടുത്തിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി മുഴുവൻ ചവിട്ടി കിടന്ന് കാണാം. അത് കുട്ടികൾക്കും അവൈലബിൾ ആണ്, വലിയ ആൾക്കാർക്കും അവൈലബിൾ ആണ് സൈക്കിൾസ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നേരം അതെടുത്തില്ല, നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം പിന്നെ നമുക്കൊന്ന് സൈക്കിൾ എടുക്കാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വെറൈറ്റി ATM കണ്ടത്. നമുക്ക് ഇവിടെ കയറി പൈസയൊക്കെ എടുക്കാം. പക്ഷേ നമ്മുടെ തീമൊക്കെ നമ്മുടെ ഡാഗിനിയും അമ്മയും കുട്ടൂസിനൊക്കെ ഉള്ള ഒരു ATM ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളതിൽ കയറിയില്ല. അപ്പോൾ പുറമേ നിന്ന് കണ്ടപ്പോൾ രസം തോന്നി, അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു അക്വേറിയത്തിൻ്റെ ഏരിയ കണ്ടായിരുന്നു. അവിടെ ഇതേപോലെ ഒരു നല്ല വലിയ ഫിഷസ് തന്നെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അക്വേറിയത്തിൽ. അപ്പോൾ ഇത്രയും വലിയ ഫിഷിനെയൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. സോ അങ്ങനെ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഉച്ചയാറായി. അത് നമ്മൾ ഇത്രയും സ്പീഡിൽ ഇത് നടന്ന് കണ്ടിട്ടാണ് കേട്ടോ. നമ്മൾ ഗൈഡിൻ്റെ ഒപ്പം സാവധാനമൊക്കെ ഇങ്ങനെ പോയി നടന്നു വരികയെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. 30 ഏക്കറിൽ 4500 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഉള്ള ഒരു തീം പാർക്കാണിത്. സോ അത് മൊത്തം കണ്ടു തീർക്കാന്ന് വെച്ചാൽ നല്ല സമയം എടുക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ. സോ നമുക്ക് ഇപ്പോൾ തൽക്കാലം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ടുപോകാന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇനി വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആ സൈക്കിള് ഓടിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതെടുത്ത് നമുക്ക് ഓടിക്കാൻ വെച്ചു. അപ്പോൾ കുട്ടികൾക്ക് ആണെങ്കിൽ ഇതേപോലെ ആ ഒരു സപ്പോർട്ടിങ് വീലുള്ള സൈക്കിള് ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് ഓടിക്കാൻ അറിയാവുന്ന കുട്ടികൾക്കാണെങ്കിൽ അങ്ങനത്തെ സൈക്കിൾസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരമൊക്കെ സൈക്കിളൊക്കെ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് നാളായി നമ്മളൊക്കെ എപ്പോഴാണ് വല്ല സ്കൂളിലൊക്കെ പഠിക്കുന്നിടത്തൊക്കെ സൈക്കിൾ ചവിട്ടിയതായിരിക്കും. പിന്നീട് അങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം അത് ഫസ്റ്റ് ടൈം എടുത്ത് ചവിട്ടിയ പോലെ ഒരു ഫീലായിരുന്നു ശരിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു കേട്ടോ. ഭാഗ്യം എൻ്റെ സൈക്കിൾ ബാലൻസ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് കാർ ഓടിക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് നല്ല അടിപൊളി കിഡ്സ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇതൊന്ന് നോക്കിയപ്പോൾ എന്താ അതേ നമ്മുടെ കുട്ടൂസിനും ഡാഗിനെയൊക്കെ അടിപൊളിയായിട്ട് അവിടെ അങ്ങോട്ട് നിൽക്കണം അങ്ങോട്ട്. കുട്ടികൾ കളിക്കാൻ പറ്റിയ അപ്പോൾ പല ഐറ്റംസ് ഉള്ള ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഒരു 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അടിപൊളിയായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ തമാശ എന്താ വെച്ചാൽ 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ വരെ അതിൽ കയറി കളിക്കുന്നുണ്ടെന്നാണ് അതിലൊരു രസം. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർ കയറി ഇരുന്ന് കളിക്കേണ്ട സംഭവങ്ങളിലൊക്കെ ഈ വലിയ പിള്ളേർ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചെറിയ പിള്ളേർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ പറയും ചേച്ചി മാറ്, ചേട്ടാ മാറ് എന്നൊക്കെ പറയും. വലിയ പിള്ളേരെ പീക്കിരികളെ മൈൻഡ് ചെയ്യുമോ, അവരൊന്നും പോടാ അപ്പോൾ അതും വേണ്ട, അവർ പിന്നെയും കളിച്ചുകൊണ്ടിരിക്കും ഇവിടെ.
അങ്ങനെ ഇരുന്ന് എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ കളിച്ചിട്ടോ. അപ്പോൾ രസമുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളും കുറച്ച് നേരം ഇത്രയും നടന്നൊക്കെ വന്നതല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഒക്കെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ നടന്നു വന്ന വഴിക്ക് അവിടെ ചെറിയ ചെറിയ ക്യാൻറ്റീൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ക്യാൻറ്റീൻസും കഫേസ് ഒക്കെ പല സ്ഥലത്തായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അത് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയാണ് വേറൊരു ലെവലിൽ കൂടി നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പോണത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു മിനി ബസ്സിന്റെ മേലെ കയറുന്ന പോവാന്ന്. ഇപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു മിനി ബസിന്റെ മേലെ കയറി ഇരിക്കുകയാണ് കേട്ടോ. നേരത്തെ നമ്മള് താഴേക്കൂടെ നടന്നു പോയപ്പോൾ ഒരു വ്യൂ ആയിരുന്നു. ഇപ്പൊ നമ്മള് മുകളിൽ ഇരുന്നിട്ടാണ് നമ്മുടെ വ്യൂ. അപ്പോൾ അത് കുറച്ചും കൂടി അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാല് എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു, പക്ഷെ നമ്മൾ ഇപ്പൊ ഇത് കണ്ടു വന്നതല്ലേ, പിന്നെ ഇതിപ്പോ ഇങ്ങനെ കറങ്ങി കാണാൻ എന്താ ഉള്ളതെന്നാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇല്ല, നമ്മൾ ഇതിന്റെ മുകളിൽ ഇരുന്ന് കാണുമ്പോൾ അതിന്റെ ഒരു ലെവല് വേറെയാണ്. സോ അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ റിലാക്സ് ആയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. മിറണ്ട ആണോ എന്താണെന്ന് അറിയില്ല, എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുട്ടികളായിട്ടൊക്കെ എൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, എല്ലാം സേഫ് ആയിരുന്നു. ആകെയുള്ള പ്രശ്നം ഇത് ഇങ്ങനെ ഓലകളാണ്. ഓലകളും മരത്തിൻ്റെ കൊമ്പുകളൊക്കെ നമ്മൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അവിടെ ഇവിടെ നോക്കി ഇരുന്നിട്ട് ലാസ്റ്റ് തട്ട് കിട്ടിയിട്ട് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിലിപ്പോൾ ഈ ഒരു ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് ഇരുന്ന് പോകാൻ പറ്റത്തുള്ളൂ, താഴെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കാഴ്ചകൾ കണ്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പോട്രി മേക്കിങ്ങും ആ ഒരു ഏരിയയൊക്കെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൈക്കിൾ ചെയ്യുന്ന ഏരിയ കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഓരോ ദിവസം ഓരോന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ കോട്ടേജസിലും നമുക്ക് സ്റ്റേ എടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓവറോൾ മാംഗോ മെഡോസ് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അഗ്രികൾച്ചറൽ തീം പാർക്ക് തന്നെയാണ്. അത് സ്റ്റേ ചെയ്ത് 2-3 ഡേയ്സ് എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ 1 ഡേ ട്രിപ്പായിട്ടാണെങ്കിലും നമുക്കിവിടെ അടിച്ചു പൊളിക്കാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും ഇങ്ങനൊരു ബിസി ലൈഫ് കൊണ്ടുനടക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഒരു സ്ഥലം നമുക്ക് എന്തായാലും നല്ലൊരു റിലീഫ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതേ നോക്കിയേ, ഇതുപോലത്തെ ട്രെയിൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഒരുപാട് പ്രായമായവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നടക്കാൻ മടിയാണ് അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലിരുന്നിട്ടാണെങ്കിലും ഇവിടെ മുഴുവൻ കണ്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ ഓൾറെഡി രാവിലെ തൊട്ട് നടന്ന് കണ്ട് വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. നമുക്ക് നടക്കാൻ തന്നെയായിരുന്നു എല്ലാവർക്കും താല്പര്യം. ഇത്രയൊക്കെ കണ്ട ഏരിയ നടന്നു വന്നിട്ട് നമുക്ക് അത്ര ബോറിംഗ് ഒന്നും തോന്നിയില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ തന്നെ എല്ലാവരും എല്ലാത്തിനെ കുറിച്ചും കേൾക്കുകയും കാണുകയും ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഓഫ് കാഴ്ചക്കാണൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഞങ്ങളുടെ പ്ലാൻ ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്നല്ല, നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് നല്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നല്ല ഫുഡൊക്കെ അടിക്കുക, തിരിച്ച് വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങളുടെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് പോയി കണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.